ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്വീറ്റ് കോണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4-5 സ്വീറ്റ് കോണ് പൊളിച്ചെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 വിസിലാണ് ഇവിടെ കൊടുക്കുന്നത്. സ്വീറ്റ് കോണെല്ലാം വെന്ത് വന്നിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടുന്ന സവാളയും തക്കാളിക്കും മല്ലിയിലയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നെയ്യ് ചേർത്ത് കൊടുക്കാൻ. നെയ്യ്ക്ക് പകരം നമുക്ക് ബട്ടറും ചേർക്കാവുന്നതാണ്. ഇനി ഇത് ചൂടായി വന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരല്പം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വന്ന സമയത്ത് ഞാനിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഉള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി. ഇത് മൂക്കുകയോ അല്ലെങ്കിൽ ഒരുപാടിട്ട് വഴട്ടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒരാൾക്ക് ഉള്ള സ്വീറ്റ് കോണാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു സ്വീറ്റ് കോൺ എടുത്താണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തതാണ്. തക്കാളിക്ക ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നാൽ മാത്രം മതി. ഇതും ഒരുപാടൊന്ന് വഴട്ടുകയൊന്നും വേണ്ട. അതിനുശേഷം നമുക്ക് പൊഴിച്ചെടുത്ത ചോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്ക് ഒരു 4-5 ഡ്രോപ്പ് നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം വേണം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.